നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഏതു വലിയൊരു പ്രളയം കഴിഞ്ഞാലും വീണ്ടും പുൽക്കൊടികൾ കിളിർത്തു തുടങ്ങുന്നു പ്രതീക്ഷിക്കും. അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ. ഉപകാരമില്ലാത്ത ഈ വസ്തു അമ്മയുടെ കയ്യിലിരുന്ന ചിലപ്പോ ഉപകാരപ്പെട്ടെന്നിരിക്കും. എനിക്കെന്ത് ഉപകാരം? സുന്ദരി ഇനിയും ഇതിലേക്ക് വിളിച്ച അപ്പൊ തന്നെ അമ്മയ്ക്കടുത്ത് സംസാരിക്കാം. അതല്ല, സുന്ദരിയെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന ആരെങ്കിലും ആണ് വിളിക്കുന്നതെങ്കിൽ ആ വിവരം പോലീസിനെയോ അവളുടെ വീട്ടുകാരെയോ അറിയിക്കാനും പറ്റും. അതിന് ഈ ഫോൺ എന്റെ കയ്യിലിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു കോള് വന്നാ നിനക്കും എടുക്കാം, സംസാരിക്കാം. അതല്ലേ വേണ്ടത്. അത്രയ്ക്ക് വലിയ മഹാമനസ്കതയൊന്നും എനിക്കില്ല. ഫോൺ അമ്മയെ ഏൽപ്പിച്ച സുന്ദരിയുടെ കാര്യത്തിൽ ഉപകാരപ്പെടുമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞെങ്കിൽ സുന്ദരിയോട് ഞാൻ ക്ഷമിച്ചു എന്നൊരർത്ഥമില്ല. സുന്ദരി എന്റെ മനസ്സിലേൽപ്പിച്ച മുറിവുകൾ എനിക്ക് മാത്രം വേദനിക്കുന്നത്. അവൾ ചെയ്ത ചതി ഞാൻ മാത്രം അനുഭവിച്ചറിഞ്ഞതാ. ന്യായീകരണങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും വിഡ്ഢിവേഷം കെട്ടി എല്ലാവരുടെ മുൻപിൽ എല്ലാം തികഞ്ഞവളെന്ന് അഭിനയിച്ച് പരിഹാസത്തിന് പകരം സഹതാപം ഏറ്റുവാങ്ങിയവളാ ഞാൻ. ഒന്നും ഒരിക്കലും മറക്കില്ല അമ്മ. ഞാൻ ഈ ഫോൺ അമ്മയെ ഏൽപ്പിച്ചത് അവളുടെ കുടുംബത്തിലുള്ളവർ ആഗ്രഹിക്കുന്നതിനേക്കാൾ സുന്ദരി തിരിച്ചു വരണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നു എന്ന് അറിയാവുന്നതുകൊണ്ടാ. ഞാൻ കാരണം അമ്മ വിഷമിക്കണ്ട. എടുത്തു വെച്ചോളൂ. വിന്നിട്ട് എന്താ ആലോചിച്ചിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ ഇങ്ങനെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞത് കള്ളമെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട വിനിതേട്ടാ. ഈ വീട്ടിൽ ഇത്രയധികം ടെൻഷനുള്ളപ്പോ വിനിതേട്ടൻ ഓഫീസിലെ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുമെന്ന് കേൾക്കുമ്പോ വിശ്വസിക്കാനും പൊട്ടിയാന്ന് കരുതിയോ ഞാൻ. ഒരു കാര്യം ഉറപ്പാ, ഇവിടെ എല്ലാവരുടെയും മനസ്സിൽ ഏത് സമയം ഒറ്റ ചിന്തയുള്ളൂ, അത് സുന്ദര ചേച്ചിയെ കുറിച്ച് മാത്രം. അതെ, സുന്ദരിയെ കുറിച്ച് തന്നെ ഞാൻ ആലോചിച്ചോണ്ടിരുന്നത്. അത് കാരണം ഇപ്പോ ഓഫീസിലും പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ ഓഫീസിലെ കാര്യം ചിന്തിച്ചെന്ന് പറഞ്ഞത്. ശരി, ഞാനത് വിശ്വസിച്ചു. വാ, വന്ന് കിടക്കാൻ നോക്ക്. അച്ഛനെന്ന് വിനിതേട്ടനെ മാറ്റി നിർത്തിയിട്ട് രഹസ്യമായിട്ട് എന്താ പറഞ്ഞു? വിനിതേട്ടാ, കേട്ടില്ലേ? ഞാൻ ചോദിച്ച കേട്ടില്ലേന്ന്? കേട്ടു. അല്ല, നീ എന്താ ചോദിച്ചേ? അപ്പൊ കേട്ടില്ല. ഞങ്ങളുടെ അടുത്തൊന്ന് മാറ്റി നിർത്തി അച്ഛൻ രഹസ്യമായിട്ട് പറഞ്ഞത് എന്താന്ന്. രഹസ്യം? എന്ത് രഹസ്യം? ഏയ്, അങ്ങനൊന്നുമില്ല. സുന്ദരി നീ എവിടെ അന്വേഷിക്കുന്നൊക്കെ പറഞ്ഞതാ. അതിനിങ്ങനെ തനിച്ച് വിളിച്ചോണ്ട് പോയി മാറ്റി നിർത്തി സംസാരിക്കണോ? എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞ എന്താ കുഴപ്പം? തനിച്ച് വിളിച്ചോണ്ട് പോയതൊന്നും അല്ല. എല്ലാവരും കൂടി അങ്കിളിനെ കുറ്റപ്പെടുത്തിയപ്പോ ടെൻഷനായി. അതാ പെട്ടെന്ന് ആ സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി എന്നെയും കൂട്ടി പുറത്തേക്ക് പോയത്. നാളെ ഒന്നുകൂടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകണമെന്ന് അങ്കിള് പറഞ്ഞത്. എന്നോട് എന്തിനാ വിനീതേട്ടാ ഇങ്ങനെ കള്ളം പറയുന്നേ? എന്തായാലും എന്നോട് പറഞ്ഞൂടെ? നീ എന്തിനാ എങ്ങനെ ചോദ്യം ചെയ്യുന്നേ? ഉള്ള കാര്യമില്ലേ ഞാൻ പറഞ്ഞേ? അല്ല, ഉള്ള കാര്യമൊന്നും അല്ല. സമാധാനമായിട്ടൊന്ന് കിടക്കാനും സമ്മതിക്കില്ല. സുന്ദര ചേച്ചിയെ കാണാതെ ഈ അവസ്ഥയില് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അച്ഛന്റെ മനസ്സിൽ എന്തോ ഒരു രഹസ്യമുണ്ട്. അതിപ്പോ വിനീതേട്ടനും അറിയാം. ആ രഹസ്യം എന്താന്ന് ഞാൻ ചോദിച്ചേ. രഹസ്യം മണ്ണാൻ കെട്ട ഒന്ന് പോയ നീ.
ലൈറ്റ് കിടക്കുന്ന കണ്ട് നോക്കിയതാ. നീ എന്താ ഇങ്ങനെ ഉറങ്ങാതിരിക്കുന്നത്? എനിക്ക് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുമോ അമ്മ? എന്റെ മോള് ഉറങ്ങുവാണോ ഉണർന്നിരിക്കുകയാണോ, എന്തിന് ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ. കണ്ണടച്ച ഉള്ളിലൊരു വെപ്രാളോ. ഇരുട്ടായി കഴിഞ്ഞ എവിടുന്നൊക്കെയോ അച്ഛമ്മ എന്നുള്ള വിളി കേൾക്കുന്നത് പോലെ. അതാ ഞാനിങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നത്. അവൾ ഒറ്റയൊരുത്തി എല്ലാത്തിനും കാരണം. എന്റെ മോളുടെ ജീവിതത്തില് സർവ്വ ദുരിതങ്ങളും വരുത്തി വെച്ചത് ആ വൈകിയാണ്. അമ്മ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. സുന്ദരിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാ വൈക അവന്റെ ജീവിതത്തിലേക്ക് വന്നത്. അവൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ കാർത്തിക് എന്റെ മോളെ സ്നേഹിച്ചേനെ, പൊന്നുപോലെ നോക്കിയെന്നെ. ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ സന്തോഷത്തോടെ ജീവിച്ചേനെ അവര്. ആ കൊച്ച് ഒന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലല്ലോ മോളെ. കള്ളം കാണിച്ചത് മുഴുവൻ കാർത്തികല്ലേ. ഇനി അമ്മ കൂടി അവളെ ന്യായീകരിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. ആയിക്കോ. ഞാൻ ന്യായീകരിച്ചതല്ല. നമ്മളുടെ മോളുടെ വിധി ഇങ്ങനെയാണെന്ന് കരുതിയാ മതി. എല്ലാവരും ചേർന്ന് ആ വൃത്തികെട്ടവനെ പിടിച്ച് അവളുടെ തലയിൽ വെച്ചു കൊടുത്തു. വിധിയെന്നും പറഞ്ഞ് സമാധാനിക്കാൻ പറ്റില്ലല്ലോ. ജീവിതം മാത്രമല്ലല്ലോ പോയത്, ഇപ്പൊ ജീവനോടെ തന്നെ ഉണ്ടോന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലായി പോയില്ലേ. എന്റെ മനസ്സിപ്പോഴും പറയുന്നു, സുന്ദരി എങ്ങോട്ടും പോയിട്ടില്ല. അവിടെ കാർത്തികിന്റെ കയ്യിൽ തന്നെ കാണും. എന്തിന് എന്റെ മോളെ പിടിച്ചു വെക്കണം? ഞാനും അങ്ങനെ തന്നെയാ വിശ്വസിക്കുന്നത്. പക്ഷെ മനസ്സിലാവാത്തൊരു കാര്യമുണ്ട് മല്ലികെ. അവന് വേണ്ടാത്ത സുന്ദരിയെ പിന്നെ എന്തിനവൻ പിടിച്ചു വെക്കണം? അതുകൊണ്ട് എന്ത് പ്രയോജനം? പ്രയോജനം ഉണ്ടല്ലോ. വൈകിയെന്ന് വെച്ചാ അവന് ജീവനല്ലേ, ഭ്രാന്തല്ലേ. അവളെ തിരിച്ചു കൊടുത്താ സുന്ദരിയെ തിരിച്ചു തരാമെന്നും പറഞ്ഞ് വിലപേശനായിരിക്കും എന്റെ മോളെ അവൻ പിടിച്ചു വെച്ചിരിക്കുന്നത്. ഒരു സമയം വൈകിക്ക് വേണ്ടി മാത്രം ജീവിച്ചവളാ എന്റെ മോള്. എല്ലാ സന്തോഷവും അവൾക്ക് വേണ്ടി കളഞ്ഞവളാ. ഇപ്പോഴും അവൾക്ക് വേണ്ടി തന്നെയാ പീഡനം അനുഭവിക്കുന്നത്. വൈകിക്ക് അവളുടെ കുഞ്ഞിനും വേണ്ടി എന്തെല്ലാം സങ്കടങ്ങൾ സഹിച്ചു എന്റെ മോള്. അതിന്റെ ഒരംശമെങ്കിലും സ്നേഹം വൈക തിരിച്ചു കാണിക്കുന്നുണ്ടോ? കാണിക്കില്ല. അതാ അവരുടെയൊക്കെ സ്വഭാവം. സുന്ദരി കാർത്തികിന്റെ കയ്യിലുണ്ടെങ്കിൽ അവളെ തിരിച്ചു കിട്ടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. വൈക അവന്റെ അരികിൽ ചെല്ലണം. അപ്പോ അവൻ സുന്ദരിയെ പറഞ്ഞുവിടും.